കൃഷിയുടെ ആനുകൂല്യം പറ്റാതെ ഒരു മനുഷ്യനും ദിവസങ്ങൾ പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. റെയ്ഡ്കോയുടെ കാർഷികാനുബന്ധ നൂതന സംരംഭങ്ങൾ കണ്ണോത്തുംചാൽ റെയ്ഡ്കോ ഫെസിലിറ്റി സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിത്ത്, ജൈവവളം, പ്രകൃതി സൗഹൃദ കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിലാവുന്നതാണ് റെയ്ഡ്കോയുടെ പുതിയ സംരംഭം. ഒപ്പം തന്നെ ഭക്ഷണത്തിനുള്ളതും കൂടി വാങ്ങിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ ഇന്നിനും നാളേക്കും വേണ്ടിയുള്ള ഒരു ഷോപ്പായി ഇത് മാറുകയാണ്. ഭാവിയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാപനമാണ്. വേറെ ഏത് സൂപ്പർ സ്റ്റോറിൽ പോയാലും, നിങ്ങൾ ഏത് മാളിൽ പോയാലും നിങ്ങൾക്ക് ഇന്നിനുള്ള ഭാവി കാലത്തിന് മാത്രം ഉള്ളതാണ്. ഇന്ന് മേടിക്കുന്നതായിരിക്കും നാളെ കൂടെ നിങ്ങൾ വെച്ച് കഴിക്കുക, അതല്ല പറഞ്ഞത്. ഭാവിയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തരത്തിലാണ് ഇപ്പൊ റെയ്ഡ്കോ ഈ സ്ഥാപനം ഉള്ളത്. കുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് നമ്മൾ ഈ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗൗരവമാണ്. സാധ്യമാവുന്നിടത്ത് കൃഷി ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആയുസ്സും കൂടി കൂടുമെന്നാണ് ഈ ബ്ലൂ സോൺ എങ്ങനെ ഉണ്ടാവുമെന്ന് അതിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നവരുള്ള മേഖലയാണ് ഈ ബ്ലൂ സോൺ എന്ന് പറയുന്നത്. പണ്ഡിത ഭൂപടത്തിനകത്ത് വരച്ചപ്പോൾ നീലവശയും കൊണ്ട് വരച്ചതിന്റെ പേരിലാണ് ഈ ബ്ലൂ സോൺ എന്നുള്ള പേരിൽ, വേറെ ഒരിടത്തുന്നില്ല. 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോട് ജീവിച്ചിരിക്കുന്നവർ എവിടെയാണ്? ഒരാളെന്നല്ല, ഒത്തിരി പേരാണ്. അത് ജപ്പാനിലുണ്ട്, ഇറ്റലിയിലുണ്ട്, കാലിഫോർണിയയിലുണ്ട്. അതൊക്കെ ബ്ലൂ സോണുകൾക്ക് എന്ത് മോളിൽ കിട്ടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബ്ലൂ സോണിൽ അത്ര, അല്ലെങ്കിൽ 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? ഒരു കാരണം ഭക്ഷണമാണ്. ഞാൻ എന്റെ മറ്റു കാരണം കൃഷി ചെയ്യുന്നതും ആയുസ് കൂടാൻ കാരണം, കൃഷി ചെയ്താൽ ആയുസ്സും കൂടും. ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയും. എന്നാൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന പട്ടിണിയിൽ വിശന്നു മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഗാസയിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചതാണെന്ന് പി പ്രസാദ് പറഞ്ഞു. പരിപാടിയിൽ റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷനായി. റെയ്ഡ്കോ ബ്രാൻഡ് മട്ട അരിയും മന്ത്രി വിപണിയിലിറക്കി ഉദ്ഘാടനം ചെയ്തു. വിദേശ കയറ്റുമതിക്കുള്ള ഓർഡർ സ്കൈലൈൻ MD എം മുഹമ്മദ്, MK അരുൺരാജ് എന്നിവർക്ക് മന്ത്രി കൈമാറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാർഷിക യന്ത്രോപകരണങ്ങളുടെ ഷോറൂം, സർവീസ് സെന്റർ, റെയ്ഡ്കോയുടെ പുതിയ മോഡൽ പമ്പ് സെറ്റുകൾ, മില്ലറ്റ് ഫ്ലാക്സ് എന്നിവയുടെ വിപണനോദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. ന്യൂട്രിമിക്സ് അസംസ്കൃത വസ്തുക്കളുടെ വിപണനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരിയും, ബയോ ഫെർട്ടിലൈസർ വിപണനോദ്ഘാടനം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ KN ജ്യോതികുമാരിയും നിർവഹിച്ചു. നഴ്സറി തൈകൾ, അത്യുൽപാദന ശേഷിയുടെ ഫലവൃക്ഷ തൈകൾ, വിത്ത്, ജൈവവളം, പ്രകൃതി സൗഹൃദ കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിലാവുന്നതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.